പരവൂർ മുൻസിഫ് കോടതിയിലെ APP അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ്യ ഇന്നലെ സൂയിസൈഡ് ചെയ്തു. വീട്ടിലെ തൻ്റെ മുറിയിലെ ജനലിൽ തൂങ്ങി മരിച്ച രീതിയിലാണ് കാണപ്പെട്ടത്. ചെറുപ്പക്കാരിയായ അനീഷ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് PSC അപ്പോയിൻമെൻറ്റ് കിട്ടിയാണ് ഈ ജോലിക്ക് വന്നത്. 5 ശബ്ദരേഖ പുറത്തുവിട്ടിട്ടുണ്ട്. താൻ മാനസിക പീഡനത്തിൻ്റെ പുറത്താണ് ഈ ആത്മഹത്യ നടത്തുന്നത് എന്ന് ആ ശബ്ദരേഖയിൽ കാണുന്നുണ്ട്. സ്വയപ്രയത്നം കൊണ്ട് പഠിച്ച് മിടുക്കിയായി PSC ടെസ്റ്റ് എഴുതി ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായ വ്യക്തിയാണ് അനീഷ്യ. അവരുടെ ഹസ്ബൻഡും കോടതിയിലെ വക്കീലാണെന്ന് എനിക്ക് തോന്നുന്നു. അവർ രണ്ടുപേരും സ്വയപ്രയത്നത്താൽ പഠിച്ചു ഉയർന്നു വന്ന 2 പേരാണ്. അങ്ങനെയുള്ളവർക്ക് മറ്റ് സഹായങ്ങളും ഒന്നും സാധാരണഗതിയിൽ ലഭിക്കാറില്ല. അവർക്ക് സമ്മർദ്ദമേറും. ഏതായാലും അനീഷയുടെ മരണത്തെപ്പറ്റി ഒരു അന്വേഷണം നടത്താൻ ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ TA ഷാജി ഉത്തരവിട്ടിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കകം അത് ആ റിപ്പോർട്ട് ലഭിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. ആരാണിത് നടത്തുന്നതെന്ന് നമുക്ക് വ്യക്തതയില്ല. കാരണം കേരളത്തിലെ സെറ്റപ്പ് ഒരു ജില്ലയിലെ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനുണ്ട്. ചില ജില്ലകളിൽ നമുക്കറിയാം 10, 8, 10, 12 കോടതികൾ ഉണ്ട്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ 8, 10, 12 കോടതിയുള്ള ജില്ലകളുണ്ട്. അവിടെ എല്ലാം ഒരേ APPമാരാണ്, അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരാണ്. അവരെ ആ ജില്ലയിലെ സീനിയർ മോസ്റ്റായ APP ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനായിട്ട് ഒരു പോസ്റ്റിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് പ്രോസിക്യൂഷൻ നടക്കുന്നത്. ഗവൺമെൻറ് ഭാഗം കേസുകളിൽ ഗവൺമെൻറ് വാദിയായിട്ട് വരുന്ന കേസുകൾ, പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്തു വരുന്ന കേസിൻ്റെ വാദി പോലീസ് ഉദ്യോഗസ്ഥരാകുമ്പോൾ അത് നടത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണ്. അതുകൊണ്ട് എല്ലാ APPമാരും ഗവൺമെൻറ്റിൻ്റെ ഭാഗം ചേർന്ന് നിന്ന് ആ പോലീസ് കുറ്റച്ചാർജ് അനുസരിച്ച് കോടതി കേസ് നടത്തി പ്രതികളെ ശിക്ഷിപ്പിക്കണം. അതിനകത്ത് രാഷ്ട്രീയമായ പല ആളുകളും സമ്മർദ്ദം ചെലുത്തുന്നവരുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ പിണിയാളുകളായി ചില APPമാരുണ്ടാവും. അതുതന്നെയല്ല, ഓരോ ഗവൺമെൻറ് വരുമ്പോഴും ജില്ലകളിലെ മർഡർ കേസുകൾ നടത്തുന്ന ഉൾപ്പെടെയുള്ള അവർ ഗവൺമെൻറ് പ്ലീഡർമാർ, അത് 5 വർഷത്തേന് ഒരു അപ്പോയിൻമെൻറ്റാണ്. സ്ഥിരമായി ഗവൺമെൻറ് ഭാഗത്തെ കേസുകൾ നടത്തുന്ന APPമാരാണ്, പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകൾ. ഇവിടെ അപ്രകാരം ഒരു പോസ്റ്റിംഗ് ലഭിച്ച കുട്ടിയാണ് അനീഷ്യ. ആ പെൺകുട്ടിക്ക് അത്ര സമ്മർദ്ദം ഉണ്ടാകാൻ കാരണം ഗവൺമെൻറ്റിൻ്റെ ഒരു വക്താവായി കോടതിയിൽ പ്രത്യക്ഷപ്പെടുന്ന APPമാർ രാഷ്ട്രീയപരമായ പല കേസുകളിലും ഭരണകക്ഷിയെ സഹായിക്കണം, അല്ലെങ്കിൽ അവർ പ്രതിയായിട്ട് വരുന്ന കേസിൽ അത്ര ശക്തമായ കേസ് നടത്തണ്ട, ആ കേസ് വെറുതെ വിട്ടു പോകണം തുടങ്ങിയ സമ്മർദ്ദങ്ങൾ രാഷ്ട്രീയ ചായ്വുള്ള APPമാർ, പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ സീനിയറാണെങ്കിൽ അവർ സമ്മർദ്ദം ചെലുത്തും. അത് സത്യസന്ധമായി ജീവിച്ച് പടപൊരുതി ഒരു ഉദ്യോഗത്തിൽ വന്നൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധാരണഗതിയിൽ അവർക്ക് കഴിയില്ല. സത്യവും നീതിക്ക് വേണ്ടി അവർ നിൽക്കും. ഇവിടെ അത് തന്നെ സംഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചില രാഷ്ട്രീയ ഇടപെടലുകളുണ്ടായി പല കേസുകളിലും. ആ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ കാസർഗോഡ് തട്ടും എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജില്ലയിൽ APP ആയിട്ട് പോയി വർക്ക് ചെയ്യണം. കുടുംബമായി ജീവിക്കുന്ന ഒരു ജില്ലയിൽ താമസിക്കുന്ന ഒരു APP മറ്റൊരു ജില്ലയിൽ പോയാൽ കഷ്ടിച്ച് പോയി വന്ന് പോകാം. കേരളത്തിൻ്റെ തെക്കറ്റത്തു നിന്ന് പടിഞ്ഞാററ്റത്തോട്ട് തട്ടിയാൽ വളരെ ബുദ്ധിമുട്ടാണ്. കുടുംബം ഉണ്ടാവും, കുട്ടികളുണ്ടാവും, വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്ക്. അങ്ങനെ ചെയ്യും പറയുന്ന കേട്ടില്ലെങ്കിൽ എന്നൊരു ഭീഷണി അവിടെ വന്നു. 5 പ്രാവശ്യം അല്ലെങ്കിൽ ആ വിവരങ്ങൾ 5 കാസറ്റിനകത്ത് അല്ല 5 ഓഡിയോയിലോ അല്ലെങ്കിൽ 5 വീഡിയോയിലോ അവർ ചെയ്തിട്ടുണ്ടാവും. ആ ശബ്ദരേഖ ഉൾപ്പെടെയുള്ളത്
ഇപ്പം പുറത്തു വന്നു. അത് ആ കുട്ടിയുടെ മാനസികാവസ്ഥ, തന്നെ ആരാണ് പീഡിപ്പിച്ചത്, തന്നെ ആരാണ് സമ്മർദ്ദത്തിലാക്കിയത് എന്ന് തീർച്ചയായിട്ടും ആ ഓഡിയോയിലോ അല്ലെങ്കിൽ ആ വീഡിയോയിലൊക്കെ ഉണ്ടാകാം. അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ പേഴ്സണൽ ഡയറിയിലെ 50 പേജ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇത് വിരൽ ചൂണ്ടുന്നത് അവരുടെ ജോലിയിലെ സമ്മർദ്ദം ഉണ്ടായി. അതാരാണ് സമ്മർദ്ദം ഉണ്ടാക്കിയത്? അത് തീർച്ചയായിട്ടും അവരുടെ കണ്ടംപററി ആയിട്ടുള്ള അവരുടെ സഹപ്രവർത്തകരിൽ നിന്ന് തന്നെ. ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ആരെയാണ് ഈ കേസ് അന്വേഷിക്കാൻ നിയോഗിച്ചതെന്ന് എനിക്കറിയില്ല. ഏതായാലും കൊല്ലത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെ ഒഴിവാക്കി നിർത്തണം. അവിടുത്തെ APPമാരെ ആരെങ്കിലും ഇതിനകത്ത് പങ്കുണ്ടെങ്കിൽ അവരുടെ പങ്ക് വെളിപ്പെടുത്തണമെങ്കിൽ അത് മറ്റൊരു ജില്ലയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ വരുന്നതായിരിക്കും ഉചിതം. എന്തായാലും ആ കുട്ടിയുടെ ആ ഓഡിയോ വീഡിയോ റെക്കോർഡിങ് 50 പേജ് വരുന്ന പേഴ്സണൽ ഡയറിയിലെ ഡീറ്റെയിൽസ് അത് കണ്ടെത്തി പോലീസ് മുന്നോട്ട് പോയാൽ അവർക്ക് ഭീഷണിയും ട്രാൻസ്ഫറും അങ്ങനെയുള്ള നടത്തിക്കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകുന്നൊരു വ്യക്തി ചിലപ്പം ആത്മഹത്യ ചെയ്യും. അത് പ്രേരണ കുറ്റം തന്നെയാണ്. അതേ മാർഗമുള്ളൂ. അങ്ങനെയെങ്കിൽ 306 IPC പ്രകാരം ആരാണ് ആ പ്രേരണ കുറ്റത്തിൽ വരുന്നത്, എത്ര പേരുണ്ട്, അവരെല്ലാവരും ആ കേസിലെ കുറ്റവാളിയായി അറസ്റ്റ് ചെയ്യേണ്ടി വരും. 306 IPC പ്രകാരം 10 വർഷം വരെ തടവുണ്ടാവും. ആ കുട്ടി എന്തായാലും അത് ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 5 എണ്ണം ഉണ്ടത്. കൂടാതെ 50ഓളം ഡയറി പേജുകളിൽ എഴുതി വച്ചിട്ടുണ്ട്. ക്രമേണ ആ മാനസിക സമ്മർദ്ദത്തിലേക്ക് വരുന്ന രേഖയാണത്. ആരാണ് അതിൻ്റെ കാരണക്കാർ? തീർച്ചയായിട്ടും അവർ അറസ്റ്റ് ചെയ്യപ്പെടണം. അത് സഹപ്രവർത്തകരായാലും ശരി, അവിടുത്തെ സീനിയർ അഡ്വക്കേറ്റ് ആയാലും ശരി, അവർ അറസ്റ്റ് ചെയ്യപ്പെടണം. ഒരു അഡ്വക്കേറ്റ് തന്നെയാണ് ഈ മരണപ്പെട്ടത്. അവർക്ക് വേറെ നിവൃത്തിയില്ലാതെ അവരുടെ കുടുംബത്തിലെത്തി ആ സമ്മർദ്ദത്തിൽ അടിമപ്പെട്ട് ജനലിൽ തൂങ്ങിയെന്നാണ് വരുന്നത്. എന്തായാലും പരവൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇപ്പം 174 CRPC അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. അണ്ണാച്ചുരുളത്ത് ആ സെക്ഷൻ മാറും. ഈ കേസിനകത്ത് എവിഡൻസുകൾ കുറേ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മുഖം നോക്കാതെ നീതി നടപ്പാക്കണം. ആ പെൺകുട്ടിക്കും ഭർത്താവിനും അവരുടെ കുടുംബത്തിനും നീതി ലഭിക്കണമെങ്കിൽ ഷാജിയുടെ റിപ്പോർട്ട് ഏതായാലും ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ്റെ റിപ്പോർട്ട് ഇവിടെ പ്രതീക്ഷിക്കാം. അതിനകത്ത് സത്യം വെളിവാകും എന്ന് കരുതപ്പെടുന്നു. എന്തായാലും പോലീസ് ഈ കേസിൻ്റെ അന്വേഷണം നിയമപരമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആരാണ് അവരെ മാനസികമായി പീഡിപ്പിച്ചത്, മാനസിക സമ്മർദ്ദത്തിൽ ആഴ്ത്തിയത്, അവരുടെ സഹപ്രവർത്തകരും അല്ലെങ്കിൽ അവർ മറ്റ് സീനിയർ അഡ്വക്കറ്റോ ഒക്കെയാണോ, രാഷ്ട്രീയ ചായ്വുള്ള അഡ്വക്കറ്റന്മാർ ഉണ്ടാവും അവിടെ, അവരുടെ പ്രവർത്തനം എപ്രകാരമായിരുന്നു എന്നൊക്കെ ഈ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ്റെ അന്വേഷണത്തിലും അതുപോലെ പോലീസ് അന്വേഷണത്തിലും വെളിവാകും. ആ പെൺകുട്ടി അനീഷയ്ക്ക് നീതി ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.